കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസോസിയേഷൻ CITU കോഴിക്കോട് ആദായനികുതി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ദേശീയ വ്യാപകമായി സംഘടന നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായാണ് കോഴിക്കോട്ടും ധർണ നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും മാനേജ്മെന്റുകളുടെ തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെയുമായിരുന്നു മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെന്റേറ്റീവുമാർ രാജ്യവ്യാപകമായി പണിമുടക്കിയത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ആദായനികുതി ഓഫീസിന് മുൻവശം നടന്ന പ്രതിഷേധ പരിപാടികൾ CITU സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. 2000 ടൺ അരി പൊതുമാർക്കറ്റിൽ ഒരാഴ്ചയിൽ ലേലത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു. ഈ ഇരിക്കുന്ന സമരത്തിൽ പങ്കെടുക്കുന്നവരോ അഭിവാദ്യം ചെയ്യാൻ വന്നവരല്ല ഏതെങ്കിലും ഒരു സഖാവിന് ആ 2000 ടൺ അരി ലേലം ചെയ്യുന്നിടത്ത് പോയി ഒരു 5 കിലോ അരി ലേലത്തിൽ പിടിച്ച് കൊണ്ടുവരാൻ കഴിയുമോ? കാരണം 5 കിലോ ലേലം ചെയ്യുന്നില്ല, 2000 ടണ്ണേ ലേലം ചെയ്യുന്നുള്ളൂ. അതാർക്കേ ലേലത്തെടുക്കാൻ കഴിയൂ? വലിയ കമ്പനികൾക്ക് കോടീശ്വരന്മാർക്ക് ലേലത്തെടുക്കാൻ പറ്റൂ. അങ്ങനെ 2000 ടൺ അരി ഒരാഴ്ചയിൽ ലേലത്തെടുത്താൽ ആ അരി അവിടെ പോവും. ഈ കോടീശ്വരന്മാരുടെ ഗോഡൌണിലേക്ക് പോവാ, മാർക്കറ്റ് വരുന്നില്ല. ഈ സ്റ്റോക്കുള്ള അരി കൃഷിക്കാരനോട് കുറഞ്ഞ വിലക്കെടുത്ത അരി കിലോവിന് 29 രൂപ വെച്ച് ലേലം ചെയ്ത് മുതലാളിമാരുടെ അറകളിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര ഗവൺമെന്റിന് തീരുമാനം. ജനങ്ങളുടെ ഭക്ഷ്യക്ഷാമവും അരിയുടെ വിലക്കയറ്റവും കുറയ്ക്കേണ്ടതല്ലോ. KMSRA ജില്ലാ പ്രസിഡന്റ് PK രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി C നാസർ, KMSRA സംസ്ഥാന പ്രസിഡന്റ് PK സന്തോഷ്, KMSRA ജില്ലാ സെക്രട്ടറി N രഞ്ജിത്ത് തുടങ്ങിയവരും സംസാരിച്ചു. വിവിധ വർഗ ബഹുജന സംഘടനാ നേതാക്കളും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അപകോളനീകരണ പോരാട്ടങ്ങളുടെ വൈജ്ഞാനിക സംഗമമായി ഡി കോൺക്വിസ്റ്റ അന്താരാഷ്ട്ര